ICICI സെക്യൂരിറ്റീസിൻ്റെ ഒരു സ്റ്റോക്ക് വൈസ് ഉള്ള ഒരു നിരീക്ഷണം നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് നിലവിലൊരു ബൈ റേറ്റിംഗ് ആണ് നിലവിലിപ്പോൾ ICICI സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കരാറുകളും മറ്റൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ തന്നെ 100 കിലോട്ടൺ പെർ ആനം മറ്റൊക്കെ നൽകുന്നതിന് ഗ്രീൻ ഹൈഡ്രജൻ നൽകുന്നതിനുള്ള ഒരു കരാർ നേടിയിട്ടുണ്ട്. കൂടാതെ 300 മെട്രിക് വാട്ട് ഇലക്ട്രോലൈസേഴ്സിന് ഉള്ള ഒരു കരാറുണ്ട്. കൂടാതെ 300 കിലോട്ടൺ പെർ ആനത്തിൻ്റെ ഗ്രീൻ അമോണിയ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു കരാർ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അറ്റ്ലാന്റിക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ഇറ്റോച്ചു ആയിട്ടുള്ള ഒരു ടൈയപ്പും കമ്പനിക്ക് ഈ ഒരു ഗ്രീൻ ഗ്യാസ് രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു കരുത്ത് പകരുന്നു എന്നൊരു കാര്യമാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു ജാപ്പനീസ് കമ്പനിയും ആയിട്ടുള്ള ടൈപ്പ് വലിയ രീതിയിൽ തന്നെ കമ്പനിക്ക് ഒരു എക്സ്പോർട്ട് വരുമാനവും മറ്റൊക്കെ നേടിക്കൊടുക്കുന്നു എന്നും അവർ പറയുന്നു. ഇന്ത്യയിൽ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലീഡർഷിപ്പ്, അതായത് ഈ ഒരു ഇൻഫ്രാ രംഗത്തും ഗ്രീൻ ഹൈഡ്രജൻ എക്യുപ്മെൻറ്റ് രംഗത്തും മറ്റൊക്കെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് അറ്റ്ലാന്റിക് വളർന്നു വരുന്നു എന്നൊരു കാര്യമാണ് ICICI സെക്യൂരിറ്റീസ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ മികച്ച ഒരു എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റിയും കമ്പനിക്ക് നിലനിൽക്കുന്നു എന്നൊരു കാര്യം. ഈ കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നിലവിലിപ്പോൾ അറ്റ്ലാന്റിക് നിലവിലിപ്പോൾ ICICI സെക്യൂരിറ്റീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് ഈ രംഗത്തുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിലും റിലയൻസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ന്യൂ എനർജിയിലേക്ക് റിലയൻസ് കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ ഒരു രംഗത്തെ ഗ്രീൻ എനർജി രംഗത്തെ റിലയൻസിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 150 കിലോ ടൺ പെർ ആനം ഗ്രീൻ ഹൈഡ്രജൻ മറ്റൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കരാർ റിലയൻസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ 300 മെഗാവാട്ടിൻ്റെ ഇലക്ട്രോലൈസേഴ്സിൻ്റെ സപ്ലൈ കരാറും കമ്പനിക്ക് നേടാൻ വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ കെമിക്കൽ ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇൻ്റഗ്രേറ്റഡ് കെമിക്കൽ ബിസിനസ്, GH2 ബിസിനസ്സും മറ്റൊക്കെ നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഇത് സിങ്കായി പോകുന്നു. ഈ രീതിയിൽ തന്നെ രണ്ട് ബിസിനസ്സുകളും മറ്റൊക്കെ ഒരേപോലെ തന്നെ മുൻപോട്ട് പോകുന്നത് കമ്പനിക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റായി തീരും എന്നാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേമിൽ നോക്കുമ്പോൾ റിലയൻസിൻ്റെ പവർ ബിസിനസ്, ഓയിൽ ടു കെമിക്കൽ ബിസിനസ് റിലയൻസിനെ എങ്ങനെയാണോ മുൻപോട്ട് നയിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ എനർജിക്കും റിലയൻസിനെ മുൻപോട്ട് നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് ICICI സെക്യൂരിറ്റീസ് നിലവിൽ ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത്.